Good morning to all. Today we have a new topic, that is Keynesian theory of employment. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എസ് എ വരെ ചോദിക്കാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ് കെനീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. കെയ്ൻസ് ഇദ്ദേഹത്തിൻ്റെ തിയറി ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ ബുക്കിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ കെനീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഒരു പ്രത്യേകത, ഹിസ് തിയറി ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ തിയറികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഇഫക്റ്റീവ് ഡിമാൻഡ്? ഇഫക്റ്റീവ് ഡിമാൻഡ് ഈസ് ദ പോയിന്റ് വേർ aggregate demand function and aggregate supply function are equal. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനും ഈക്വൽ ആകുന്ന പൊസിഷനെയാണ് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് രണ്ട് കോമ്പോണൻറ്റ്സ് ആണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. വാട്ട് ഈസ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ? നോക്കൂ, aggregate supply function is nothing but the total supply of goods and services in an economy. ഒരു ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ സപ്ലൈയാണ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ സപ്ലൈയാണ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വി ഹാവ് ദ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു c പ്ലസ് എസ്. In other words, we have to define it is a schedule of various amount of money that the entrepreneur in an economy must receive from sale of output at varying levels of employment. നോക്കൂ, ഒരു എൻ്റർപ്രീനിയർക്ക് അദ്ദേഹത്തിൻ്റെ കമ്മോഡിറ്റികൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ നിർബന്ധമായിട്ടും ലഭിക്കേണ്ട എമൗണ്ട് ഓഫ് മണിയെയാണ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിലെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഡിമാൻഡിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയാം. ഇൻ അനദർ വേർഡ്സ്, ഇൻകം ദാറ്റ് ഓൾ എൻ്റർപ്രീനിയേഴ്സ് എക്സ്പെക്ട് ടു റിസീവ് ഫ്രം സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു എൻ്റർപ്രീനിയർ അദ്ദേഹം വിൽക്കുന്ന കമ്മോഡിറ്റിയിൽ നിന്ന് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇൻകത്തെയും എന്ന് പറയാറുണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഇക്വേഷൻ ഈസ് ദാറ്റ് സി പ്ലസ് ഐ. Okay, so the point of intersection between aggregate demand and aggregate supply determines the actual amount of employment at any time. Aggregate demand-നെയും aggregate supply-യും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ആ പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇഫക്റ്റീവ് ഡിമാൻഡിനെ നിർണ്ണയിക്കപ്പെടുന്നത്, ഫുൾ എംപ്ലോയ്മെൻറ്റിനെ നിർണ്ണയിക്കപ്പെടുന്നത്. സോ അറ്റ് ദാറ്റ് പോയിന്റ് C plus S is equal to C plus I. That means aggregate demand is equal to aggregate supply. So this is a crux of Keynesian theory of employment. ഇതാണ് കെയ്ൻസിൻ്റെ തിയറിയുടെ ക്രാക്സ്, ഏറ്റവും അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നത് ആരാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയുമാണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ്. ആ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ തന്നെയാണ് ആ ഇക്കോണമിയിലെ എംപ്ലോയ്മെൻറ്റ് ലെവലിനെയും നിർണ്ണയിക്കപ്പെടുന്നത്. We have the figure here. On the figure, the x-axis measures employment and y-axis measures the proceeds or receipts. Okay, then we have the two curves here, aggregate demand function and aggregate supply function. And both the two curves are intersect at the point E. E എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ കർവും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പൊസിഷനിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഒരു ലൈൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ദാറ്റ് ഈസ് എൻ ആൻഡ് പോയിൻറ്റഡ് ഔട്ട് അറ്റ് എൻ, ദാറ്റ് ഈസ് ON ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനും ഈക്വൽ ആകുന്ന പൊസിഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എംപ്ലോയ്മെൻറ്റിനെ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയാണ് എംപ്ലോയ്മെൻ്റ് ഉള്ളത്? ON ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ നോൺ ആസ് full employment, because aggregate demand function and aggregate supply function are equal, and that position is full employment position, and also it is effective demand.
അപ്പോൾ കെയ്ൻസ് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തതാണ്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് വിൽ ബി ഇനാഡിക്വേറ്റ് ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് ഇൻകം കറസ്പോണ്ടിങ് ടു ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് കൺസംഷൻ ഡിമാൻഡ് ഔട്ട് ഓഫ് ദാറ്റ് ഇൻകം. നോക്കൂ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പൻസിറ്റി ഈസ് ലോ ആൻഡ് സേവിങ് പ്രൊപ്പൻസിറ്റി ഈസ് ഹയർ. അല്ലെ, സേവ് ചെയ്യാനുള്ള ത്വര കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ത്വര കുറവുമായിരിക്കും. ദാറ്റ് ഈസ് വൈ ഇൻവെസ്റ്റ്മെന്റ് കുറവാകുമ്പോൾ നമുക്കറിയാം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഡൗൺവേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനുമായിട്ട് മറ്റൊരു പൊസിഷനിലായിരിക്കും എന്ത് ചെയ്യുക, ഇക്വിലിബ്രിയത്തിലെത്തുക. അതുകൊണ്ട് കെയ്ൻസ് പറയുന്നു ഈ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ എന്തില്ല, ഒരിക്കലും ഇക്കോണമി എത്തില്ല. So the point is always, or equilibrium is always less than full employment level, that is under employment equilibrium. So therefore aggregate demand function and aggregate supply function will intersect at a point of less than full employment. നോക്കൂ, കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിലെ ഓരോ പോയിന്റുകളും എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു 2-3 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, നോക്കാം നമുക്ക്. കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് ഇഫക്റ്റീവ് ഡിമാൻഡ്. Effective demand is determined by two components, that is aggregate demand function and aggregate supply function. നോക്കൂ, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനുമാണ് ഇഫക്റ്റീവ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി ഫ്ലോ ചാർട്ട്. ദെൻ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, കെയ്ൻസ് പിന്നീട് ഒന്നും പറയുന്നില്ല. ഹിസ് ഫോക്കസ് ഈസ് ആൾവേസ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെ മാത്രമാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്, കെയ്ൻസ് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കെയ്ൻസ് ഈസ് ഫോക്കസ്ഡ് ഓൺലി ഓൺ ഡിമാൻഡ് സൈഡ്. ഡിമാൻഡ് സൈഡിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. സോ വി ഹാവ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, C+I എന്നുള്ളത്. ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, 2 കോമ്പോണൻസ് ആണ്. C എന്ന് പറയുന്ന കൺസംഷനും I എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റും. ആദ്യം നമ്മൾ നോക്കുന്നത് കൺസംഷനെയാണ്. കൺസംഷനെ നിർണ്ണയിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, ആളുകൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊപ്പൻസിറ്റി എത്രയാണ്. മറ്റൊന്ന് സൈസ് ഓഫ് ഇൻകം. ഇൻകവും പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമുമാണ് കൺസംഷനെ നിർണ്ണയിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് C = A+BY എന്നുള്ളത് ഇല്ലേ. അതിൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം പറയുന്നുണ്ട്. B എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. Y എന്ന് പറയുന്നത് ഇൻകം ആണ്. സോ ദീസ് 2 ആർ ഷോൺ ഇൻ ദീസ് ഫ്ലോ ചാർട്ട്. ദാറ്റ് ഈസ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ദാറ്റ് ഈസ് B, ദെൻ സൈസ് ഓഫ് ഇൻകം, ദാറ്റ് ഈസ് Y. നോക്കൂ, ഇനി സൈസ് ഓഫ് ഇൻകത്തിനെ കുറിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നില്ല, കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഡിറ്റർമിൻ ചെയ്യുന്നത് 2 കോമ്പോണൻസ് ആണ്, APC ആൻഡ് MPC. ഓക്കെ, APC എന്ന് പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അല്ലേ, C/Y. ദെൻ MPC, ചേഞ്ചസ് ഇൻ കൺസംഷൻ ടു ചേഞ്ചസ് ഇൻ ഇൻകം. ദാറ്റ് ഈസ് MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നോക്കൂ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൾട്ടിപ്ലയർ കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് മൾട്ടിപ്ലയർ. ഓക്കെ, മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ അറിയാം, 1/1 - MPC or 1/by MPS. So this is the aggregate demand functions consumption side. കൺസംഷൻ സൈഡാണ് പറഞ്ഞത്. കൺസംഷനെ നിർണ്ണയിക്കുന്നത് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്, APC MPC. MPCയിൽ നിന്ന് മൾട്ടിപ്ലയർ കാണുന്നു, മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. അതിൻ്റെ കൂടെ കൺസംഷനെ നിർണ്ണയിക്കുന്നത് സൈസ് ഓഫ് ഇൻകം ആണ്. Then we have another component which determines aggregate demand function, that is investment. നോക്കൂ, ഇൻവെസ്റ്റ്മെൻറ്റിനെ നിർണ്ണയിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞിട്ട് MEC, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ദെൻ അനദർ വൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നോക്കാം നമുക്ക് MEC എന്താണ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്.
Marginal efficiency of capital shows the rate of prospective yield and supply price. ഓക്കെ, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പ്രോസ്പെക്റ്റീവ് yield, that it means returns, and supply price means cost. This difference is known as MEZ, or the rate at which equate prospective yield equal to supply price. സപ്ലൈ പ്രൈസും പ്രോസ്പെക്റ്റീവ് yield ഈക്വലൈസ് ചെയ്യുന്ന റേറ്റിനെയും നമ്മൾ എന്ത് പറയാറുണ്ട്? MEZ എന്ന് പറയാറുണ്ട്. അപ്പോൾ നോക്കൂ, MEZ എന്ന് പറയുന്നതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രോസ്പെക്റ്റീവ് yield ആണ്, മറ്റൊന്ന് supply price. Prospective yield means the expected income from the investment. Supply price means the cost of investment. ഓക്കെ, ഇവ രണ്ടുമാണ് MEZയെ നിർണ്ണയിക്കുന്നത്. Then another component which determines investment, that is rate of interest. റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കോമ്പോണൻസ് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഫോർ മണിയുമാണ്. ഓക്കെ, ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും, ആ കർവ് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പൊസിഷനിലാണ് ഇൻട്രസ്റ്റ് റേറ്റിനെ നിർണ്ണയിക്കുന്നത്. നോക്കൂ, ഡിമാൻഡ് ഫോർ മണി, ആളുകൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് കെയ്ൻസിൻ്റെ വാദപ്രകാരം 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷനറി മോട്ടീവ്, ദെൻ സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ഓക്കെ, ട്രാൻസാക്ഷൻ പർപ്പസിന് ഇൻകം, നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഒരു വിഹിതം എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രാൻസാക്ഷൻ പർപ്പസിന് എടുത്തു വെക്കുന്നു. മറ്റൊന്ന് പ്രിക്വേഷനറി, ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻകം എടുത്തു വെക്കുന്നു. മറ്റൊന്ന് സ്പെക്യുലേറ്റീവ്, ഊഹക്കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ബോണ്ടിൻ്റെ പ്രൈസിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് അതിൽ നിക്ഷേപിക്കുകയും ലാഭം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ആളുകൾ കയ്യിൽ പണം സൂക്ഷിക്കാറുണ്ട്. ദാറ്റ് ഈസ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ദിസ് ഈസ് ദി കെനീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഈ പറഞ്ഞതൊക്കെയാണ് കെനീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് കെയ്നീഷ്യൻ എക്കണോമിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങളോട് ചോദിക്കുകയാണ് എക്സാമിന്, വാട്ട് ഈസ് ദ കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്? യു ഹാവ് ടു എക്സ്പ്ലെയിൻ the Keynesian theory of employment by using aggregate demand and aggregate supply and the equality position and the full employment level also. Then you have to explain the flow chart. Okay, നിങ്ങൾ ഈ ഫ്ലോ ചാർട്ടിലെ ഓരോ കോമ്പോണൻറ്റ്സ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ ദീസ് പോയിന്റ് ഈസ് ഓവർ. ഓക്കെ, സാധാരണ ഇത് essay ആയിട്ട് ചോദിക്കാറുള്ളതാണ്. നോക്കൂ, ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ 2 സ്കൂൾ ഓഫ് തോട്ട് പഠിച്ചു. ഒന്ന് ക്ലാസിക്കൽസ്, മറ്റൊന്ന് കെയ്നീഷ്യൻസ്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആൻഡ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ്? നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ടതാണ്, 5 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആൻഡ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ്. ഫസ്റ്റ് വൺ, ക്ലാസിക്കൽസ് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, എന്നാൽ കെയ്നീഷ്യൻ പറയുന്നത് അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ്. ക്ലാസിക്കൽസ് ലൈസസ് ഫെയർ പോളിസിയെ സപ്പോർട്ട് ചെയ്യുന്നു, അതായത് മിനിമം ഗവൺമെൻറ് ഈസ് ദി ബെസ്റ്റ് ഗവൺമെൻറ്, അതായത് മിനിമം ഗവൺമെൻറ് ഓർ നോ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഈസ് പോസിബിൾ, ദാറ്റ് ഈസ് ലൈസസ് ഫെയർ പോളിസി. Then the Keynesian advocated for state intervention. They rejected laissez-faire policy. Then another difference is that it examines, classicals examines the state of full employment only. ക്ലാസിക്കൽസ് എക്സാമിൻ ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ കെയ്നീഷ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് റേഞ്ചിങ് ഫ്രം അൺഎംപ്ലോയ്മെൻറ്റ് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ്. കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? പലതരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് പറഞ്ഞു, പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലാസിക്കൽസിൻ്റെ ഒരു പ്രത്യേകത ബാലൻസ്ഡ് ബഡ്ജറ്റ് പോളിസിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ബാലൻസ്ഡ് ബഡ്ജറ്റ് പോളിസി മീൻസ് അവിടെ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ മിനിമം ആണ്. സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ മിനിമം ആയതുകൊണ്ട് സ്റ്റേറ്റ് എപ്പോഴും ബാലൻസ്ഡ് ബഡ്ജറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുക. കെയ്ൻസിൻ്റെ റോളിൽ എന്താണ്? സ്റ്റേറ്റിന് വലിയ റോളുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ബഡ്ജറ്റ് പോളിസി ഡെഫിസിറ്റ് ആക്കണം. അതായത് എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്യണം. റവന്യൂ കുറഞ്ഞ രീതിയിലാണെങ്കിലും എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് നടത്തണം. ദാറ്റ് ഈസ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. Then classical theory is based on Say's law of market. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസിക്കൽ തിയറി നിൽക്കുന്നത്. എന്നാൽ കെയ്നീഷ്യൻ തിയറി അങ്ങനെയല്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് ബേസ് ചെയ്തിട്ടുമല്ല. ഹി ഈസ് റിജക്റ്റഡ് ഓർ കെയ്ൻസ് ഈസ് റിജക്റ്റഡ് ദ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. സെയ്സ് ലോ ഓഫ് മാർക്കറ്റിനെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്.
Then another one, saving investment equality, it attained through rate of interest. ക്ലാസിക്കൽസ് പറഞ്ഞത് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വാലിറ്റി അല്ലെങ്കിൽ സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും തീരുമാനിക്കുന്നത് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ കെയ്ൻസ് ആ വാദത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഈക്വാലിറ്റി അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ആരാണ്? ഇൻകമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് കെയ്ൻസിൻ്റെ വാദം. ഓക്കെ, ഇനി ശേഷം വരുന്ന സ്ലൈഡാണിത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. നോക്കൂ, റോൾ ഓഫ് മണി ഇൻ ട്രാൻസാക്ഷൻ ഈസ് ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്വേഷനറി. ക്ലാസിക്കൽസിൻ്റെ കേസിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് രണ്ട് ആവശ്യത്തിനാണ് ക്ലാസിക്കൽസ് പറയുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ പർപ്പസ്, മറ്റൊന്ന് പ്രിക്വേഷനറി പർപ്പസ്. എന്നാൽ കെയ്ൻസിൻ്റെ കേസിൽ ദ റോൾ ഓഫ് മണി ഓർ ഡിമാൻഡ് ഫോർ മണി ഈസ് ഫോർ 3 motives, that is transaction, precautionary and speculative motive. Then classical is long term or long run character, then Keynesian theory is short run character. Then classicalsinde ഒരു മൈക്രോ ഇക്കണോമിക് അപ്രോച്ച് ആണ്, എന്നാൽ കെയ്ൻസിൻ്റേത് മാക്രോ ഇക്കണോമിക് അപ്രോച്ച് ആണ്. Then what are the criticism of the theory of employment given by Keynes or the Keynesian economics? First one, Keynes did not explain the influence of aggregate demand function. Keynes did not explain the influence of aggregate supply function on the level of effective demand. ഈ സ്ലൈഡിൽ ADF എന്നാണ് കൊടുത്തിട്ടുള്ളത്, ASF എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടില്ല? കെയ്ൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഹിയർ ഹി ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ടു aggregate demand function. So that is why we have to see in this flow chart, he is explained only about aggregate demand function and their determinants, not explained the aggregate supply function. That is why the Keynes given much more importance to aggregate demand function. Then second criticism is that Keynes failed to consider the flexibility in wage and price to explain underemployment equilibrium. നോക്കൂ, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയ്ജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ച്, അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം വെയ്ജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടില്ല? കെയ്ൻസിന് സാധിച്ചിട്ടില്ല. ദെൻ കെയ്ൻസ് ഈസ് നെഗ്ലക്റ്റഡ് നോൺ ഇൻകം ഫാക്ടേഴ്സ് ഓൺ കൺസംഷൻ. കൺസംഷനെ നിർണ്ണയിക്കുന്ന നോൺ ഇൻകം ഫാക്ടേഴ്സ് ഉണ്ട്, ടാസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, വെൽത്ത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല? കെയ്ൻസ് പരിഗണിച്ചിട്ടില്ല. ദെൻ കെയ്ൻസ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൊണ്ടുവന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിൻ്റാണ്, അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള കോൺസെപ്റ്റാണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. പക്ഷേ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എപ്പോഴും റിസ്കി അസറ്റുകളെ മാത്രമാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ഇത് ബോണ്ടുകളെ പോലെ. ഓക്കെ, എന്നാൽ റിസ്ക് ലെസ് ആയിട്ടുള്ള ഇൻകം ഈൽഡിങ് അസറ്റുകളെ ഇദ്ദേഹം ഇതുപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ദെൻ ദ ലിക്വിഡിറ്റി ട്രാപ്പ് ഗിവൺ ബൈ കെയ്ൻസ് ഹാസ് നോ എംഫിരിക്കൽ എവിഡൻസ്. അതിന് കൃത്യമായ എംഫിരിക്കൽ എവിഡൻസ് അവൈലബിൾ അല്ല. Then Keynes neglected real factors represented by saving investment in the determination of interest. ഇൻട്രസ്റ്റിനെ നിർണ്ണയിക്കുന്ന റിയൽ ഫാക്ടേഴ്സിനെ കെയ്ൻസ് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ കെയ്നീഷ്യൻ തിയറി ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ലോങ് റൺ. ലോങ് റണ്ണിന് ഈ തിയറികളൊന്നും അപ്ലിക്കബിൾ അല്ല. അതിൻ്റെ ഒപ്പം മറ്റൊരു ലിമിറ്റേഷൻ പറയാനുള്ളത്, ഫോറിൻ ട്രേഡിനെ ആര് പരിഗണിച്ചിട്ടില്ല? കെയ്ൻസ് പരിഗണിച്ചിട്ടില്ല. These are the major criticism of the Keynesian theory. Then this session is over. Then if you have any doubt, you may ask. Anyway, thank you.